സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന സെക്രട്ടേറിയറ്റുകാരുടെ ഏറ്റവും വലിയ കോൺഗ്രസ് സംഘടനയെ പിളർത്താൻ കോൺഗ്രസ് ഉന്നതർ രംഗത്ത്. ബദൽ സംഘടന രൂപീകരിക്കാനാണ് ഉന്നതർ നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമത നേതാവ് MS ഇർഷാദ് പ്രവർത്തനം തുടങ്ങി. രമേശ് ചെന്നിത്തലയുമായി കൂറുപുലർത്തുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് സംഘടനാ നേതൃത്വത്തെ പിളർത്താൻ അസോസിയേഷനിലെ വിമത നേതാവ് MS ഇർഷാദിനാണ് ഉന്നതർ അനുമതി നൽകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരാണോ എന്ന സംശയത്തിലാണ് കേരള സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ. എത്ര പഠിച്ചാലും പഠിക്കാത്ത കോൺഗ്രസുകാർ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലും തമ്മിലടി തുടരുന്നു. CPM നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ തമ്മിലടി തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് യൂണിയൻ തമ്മിലടി തുടങ്ങിയത്. OCയുടെ ഗ്രൂപ്പ്, RCയുടെ ഗ്രൂപ്പ് എന്നിങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെ സംഘടന. നേതാക്കൾ തമ്മിലടിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. OC എന്നാൽ ഉമ്മൻചാണ്ടി, RC എന്നാൽ രമേശ് ചെന്നിത്തല. കോൺഗ്രസ് സംഘടനയിലെ വിമത നേതാക്കൾ ഔദ്യോഗിക നേതാക്കൾക്കെതിരെ ഇറക്കിയ നോട്ടീസ് ചർച്ചയായി കഴിഞ്ഞു. അസോസിയേഷനിൽ പണാപഹരണം നടന്നു എന്നാണ് വിമതരുടെ ആരോപണം. ഇതിന് പിന്നാലെ അസോസിയേഷൻ പിളർപ്പിലേക്കാണെന്ന സൂചന നൽകി ഇർഷാദ് പത്രക്കുറിപ്പ് ഇറക്കി. ഇതോടെ 6 വിമതരെ പുറത്താക്കി ഔദ്യോഗിക വിഭാഗം മുന്നോട്ട് പോയി. മാർച്ച് 31 ഇപ്പോഴത്തെ ഭാരവാഹികളുടെ കാലാവധി പൂർത്തിയാകാനിരിക്കുകയാണ്. 2017-2018 സംഘടനയിൽ 5.25 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് വിമതർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അസോസിയേഷന്റെ മുഖപത്രത്തിൽ നിന്നും ലഭിച്ച 1 ലക്ഷം രൂപ ഭാരവാഹികൾ കമഴ്ത്തിയതായും ആരോപണമുണ്ട്. ബെൻസിയാണ് അസോസിയേഷനെ നയിക്കുന്നത്. എന്നാൽ ചെന്നിത്തലയുടെ സ്വന്തം ആളായ ജനറൽ സെക്രട്ടറി T ശ്രീകുമാറിനെതിരെയാണ് ആരോപണം കൂടുതലായി ഉയരുന്നത്. ശ്രീകുമാറാണ് ചെന്നിത്തലയുമായി ചേർന്ന് അന്തചിത്രം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് വിമതപക്ഷത്തിന്റെ ആക്ഷേപം. കഴിഞ്ഞ ജൂണിൽ ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന അബ്ദുൽ കരീം സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ ഇർഷാദ് അദ്ദേഹത്തിന് സ്വീകരണം നൽകിയിരുന്നു. ഇതോടെയാണ് ഇർഷാദിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയത്. ഉമ്മൻചാണ്ടിയുടെ സഹായിക്ക് സ്വീകരണം നൽകിയതിൽ എന്താണ് തെറ്റെന്നാണ് ഇർഷാദ് ചോദിക്കുന്നത്. ഇക്കാര്യം ഉമ്മൻചാണ്ടി അറിയുകയും പ്രകോപിതനാവുകയും ചെയ്തു. ചെന്നിത്തലയുടെ കളിയാണ് ഇതെന്നാണ് വിമതപക്ഷം ആരോപിക്കുന്നത്. ജനറൽ സെക്രട്ടറി T ശ്രീകുമാർ ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന്റെ പ്രധാന സഹായിയാകുമെന്ന് കരുതുന്നയാളാണ്. വിമത നേതാക്കൾ ഉമ്മൻചാണ്ടിയുമായും ഔദ്യോഗിക നേതാക്കൾ ചെന്നിത്തലയുമായും കൃത്യമായ ചർച്ചകൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. മാർച്ച് 31 കഴിയുമ്പോൾ സംഘടനയുടെ ഭാവി കണ്ടറിയാം. സംഘടന ചെന്നിത്തല പിടിച്ചാൽ പഴയ യുദ്ധം തുടരും. ഉമ്മൻചാണ്ടി പിടിച്ചാലും അങ്ങനെ തന്നെ സംഭവിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.